ആ ചോട്ടി ഇതന്നെ ഇവിടെ എന്നും കല്യാണമാണ് ഇന്ന് പൊളിച്ചോണ്ട് പോയില്ലേ? ഇതാര് കുഞ്ഞാപ്പോ? ഫാത്തിമ എന്റെ നാട്ടുകാർ ഗസ്റ്റുകൾ വന്നിരിക്കണു. വരുന്നു പറഞ്ഞപ്പോ ഇത്രയും പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞങ്ങളെ ഞങ്ങളുടെ ജീപ്പിനാ വന്നേ. എന്താ കുഞ്ഞപ്പോ വിശേഷിച്ച്? എന്ത് ചെയ്യാനാ, ഓരോ പ്രശ്നങ്ങള്. പ്രശ്നം? എന്ത് പ്രശ്നം? അയ്യോ, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് ഈ ചുറ്റുവട്ടത്ത് അല്ലറ ചില്ലറ സാമൂഹിക പ്രവർത്തനമൊക്കെ ഉള്ളതുകൊണ്ട് ഓരോരുത്തരുടെ പ്രശ്നങ്ങൾക്കും വേണ്ടി ഞങ്ങൾ തന്നെയാണ് ഓടുന്നത്. പറഞ്ഞു ഫാത്തിമ പറഞ്ഞു, നിങ്ങൾ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ ഭാരവാഹിയാണല്ലേ? അതെ, ഇവൻ ജില്ലാ സെക്രട്ടറി, ഞാൻ ഖജാൻജി. അതെ. ഇന്നലെ ഫാത്തിമയുടെ കോളേജിൽ നിന്ന് കല്യാണം കൂടാൻ വന്ന കുട്ടികൾ ചേർന്ന് ഒപ്പന കളിച്ചില്ലേ? ആ കൂട്ടത്തിന് ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് വേണമായിരുന്നു. എന്താ, കല്യാണാലോചന വല്ലതും ആണോ? ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഒരു ഫ്രണ്ട് ബഷീർ ഇന്നലെ കല്യാണപ്പുര വെച്ച് ആ പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇരിക്കപ്പുറത്ത് തരുന്നില്ല. ബഷീർ പെണ്ണ് കെട്ടി പിള്ളേരുള്ളതല്ലേ, അവന്റെ ഭാര്യ മൂന്നാമത്തെ പേരിന് വീട്ടിൽ പോയിരിക്കും. ഇത് ആ ബഷീർ അല്ല, നിനക്കറിയാത്ത വേറെ ഒരു ബഷീർ ഉണ്ട്. പിന്നെ ഏതാ കല്യാണപ്പുരയില് ഞാൻ അറിയാത്ത ഒരു ബഷീർ വന്നത്? ആട്ടെ, ഈ പെൺകുട്ടിക്ക് ആ ബഷീറിനെ അറിയോ? അറിയാം, അതാണല്ലോ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടത്. അവര് തമ്മില് പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ പേരറിയില്ല. പേരറിയില്ല. പേര് ചോദിക്കാനുള്ള സാവകാശം ഈ ബഷീറിന് കിട്ടിയില്ല. ആട്ടെ,